ഇന്നലെ നടന്ന ഒരു സംഭവമാണ്. പതിവ് ഞായറാഴ്ച മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്നു. ഭയാനകമായ ശബ്ദകോലാഹലങ്ങൾ കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു. വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം. ഹോ, എന്റെ കഴുത്തുപോയേനെ! ഞാൻ ചാടി എണീറ്റ് ഒഴിഞ്ഞു മാറി. ലാൻഡ് ചെയ്തത് തറയിൽ ആണെന്ന് മാത്രം. തലേന്ന് രാത്രി കണ്ട റാഗ്നർ പരമ്പരയുടെ തുടർച്ച ആയിരുന്നു എന്ന് മനസ്സിലായി. അറിയാതെ പറഞ്ഞുപോയി, ഭാഗ്യം. തല പോയില്ല. സംയമനം വീണ്ടെടുത്ത് ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചു. കാര്യം പിടികിട്ടി. മണി 10 കഴിഞ്ഞു. ഞാൻ ഉറങ്ങി എഴുന്നേൽക്കാത്തതിനുള്ള കലിപ്പോ. ഭാര്യ പാത്രങ്ങളുടെ യുദ്ധത്തിൽ തീർത്തിരിക്കുകയാണ്. പിന്നീട് ഒന്നും ആലോചിച്ചില്ല. പതുക്കെ എഴുന്നേറ്റു. കറങ്ങി നടക്കുന്ന ലുങ്കി തേടിപിടിച്ചു വിരിഞ്ഞു ചുറ്റി. ഒരു സിഗരറ്റിന് തീ കൊളുത്തി പതുക്കെ അടുക്കള ലക്ഷ്യമാക്കി നടന്നു. അവളുടെ മുഖം കടന്നൽ കുത്തി വീർത്ത പോലെ തോന്നിച്ചു. ഞാൻ ഒന്നും പറയാതെ അടുക്കളയുടെ വാതിൽപ്പടിയിൽ ഇരുന്നു. അവളുടെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അറിയാതെ എന്റെ മനസ്സ് പറഞ്ഞു, ഹോ, ഞാൻ ഭാഗ്യവാൻ തന്നെ. അവൾ സുന്ദരിയാണ്, ഉർവശിയെപ്പോലെ. ഞാൻ പോലുമറിയാതെ മനോരാജ്യത്തിലേക്ക് വഴുതി വീണു. മുന്നിൽ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്നു വെച്ച് അവൾ ഒന്നും മിണ്ടാതെ നടന്നു മറഞ്ഞു. ചൂട് ചായ മോത്തി കുടിച്ചു ഞാൻ പുറത്തേക്കു കടന്നു. പോർച്ചും മുറ്റവും കരിയില വീണു കുമിഞ്ഞു കൂടിക്കിടന്നിരുന്നു. ഇതേ സമയം ഒരു കുറ്റിച്ചൂൽ പറന്നു വന്നു എന്റെ മുന്നിൽ വീണു. അത് കണ്ടപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഇന്ന് ഞായറാഴ്ച വൃത്തിയാക്കൽ എന്റെ ഊഴം ആണ്. എന്റെ മുഖം ഇപ്പം കടന്നല്ല, ആന കുത്തിയ അത്രയ്ക്കും വീർത്തു. ഞാൻ ഒന്നും മിണ്ടാതെ ചൂലെടുത്തു അടിച്ചു തുടങ്ങി. കയ്യിൽ ഒരു ഗ്ലാസ് ചായയും കൊണ്ട് അവൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പോർച്ചിലെ ചെയറിൽ ഇരുന്നു അവൾ ചായ കുടിച്ചുകൊണ്ട് മൊബൈലിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് ഞാൻ മറ്റൊരു സത്യം തിരിച്ചറിഞ്ഞത്. ഇവൾ സുന്ദരിയല്ല, ശൂർപ്പണങ്ങയാണ്. എന്റെ പല്ലുകൾ ഞാൻ സ്വയം ഞെരിച്ചു. എന്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തി. എന്റെ കർമ്മമണ്ഡലത്തിൽ വ്യാപൃതനായി. അവൾ ഒരു കൂസലും ഇല്ലാതെ അവിടെ ഇരുന്നു ആരോടോ ഫോണിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തു പറയാനാണ്? ഇവിടെ ചേട്ടൻ ഒരു ചെറുവിരൽ അനക്കില്ല. പണി മുഴുവൻ ഞാൻ തന്നെ ചെയ്യണം.